എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അശ്വമേധം എന്ന കവിതയുടെ വൺ വേഡുകൾ നോക്കാൻ കേട്ടോ. ഓക്കെ. സർഗസംഗീതത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? വയലാർ രാമവർമ്മ. അശ്വമേധം എന്ന കവിത ഏത് കൃതിയിൽ നിന്നെടുത്താണ്? മുളങ്കാട്. വിശ്വസംസ്കാര വേദിയിൽ കവി ചെയ്യുന്നത് എന്ത്? പുത്തൻ അശ്വമേധം നടത്തുന്നു. ചെമ്പൻ കുതിര പായുന്നതെങ്ങനെ? ശിരസുയർത്തി. കുതിരയുടെ ശക്തി നേടിയതെങ്ങനെ? കോടി കോടി പുരുഷാന്തരങ്ങൾ കൂടി നേടിയതാണതിന് ശക്തികൾ എന്നാണ് പറയുന്നത്. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേടിയതെന്ത്? സിദ്ധികൾ. ശതാബ്ദങ്ങൾക്ക് മുമ്പ് കുതിരയെ കണ്ടെടുത്ത രക്തപിതാമഹന്മാർ മുത്തശ്ശിമാർ കുതിരയെ വളർത്തിയതെങ്ങനെ? കാട്ടുപുൽത്തണ്ട് നൽകി. കുളമ്പുകൾ നൃത്തമാടിയതെവിടെ? അതായത് കുളമ്പുകൾ നൃത്തമാടിയതെവിടെ? ശവകുടീരങ്ങളിൽ. കുളമ്പടിയേറ്റ് വീണു പോയതെന്ത്? കൊറ്റക്കുടകളും മുത്തണിക്കുന്നുകളും ഭരണകൂടവും. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് സഞ്ചരിച്ച കുതിരകളെ കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയതാര്? ദൈവം. എന്തിന്? സവാരിക്ക്. യോഗദണ്ഡിൽ കുതിരയെ തളയ്ക്കുവാൻ വന്നതാര്? ആഗമ തത്വവേദികർ. അങ്കമാടി കുതിരയെ വീണ്ടും വേദിയെടുത്തണഞ്ഞതാര്? പൂർവികർ. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി എന്ന് പറയുന്നതാര്? അത് ഉറപ്പായിട്ടും വരാറുണ്ട്. കവി. ദിഗ്വിജയത്തിനായി കവി വിട്ടയക്കുന്നത് എന്ത്? സർഗശക്തിയാകുന്ന കുതിരയെ. കുതിര എന്ന് ഉദ്ദേശിക്കുന്നത് സർഗശക്തി. കാട്ടുചോലകൾ പാടിയ പാട്ട് ഏറ്റുപാടി പഠിപ്പിച്ചത് മുത്തശ്ശിമാർ. ഈശ്വരനുമല്ല മാന്ത്രികനുമല്ല കവി, പിന്നെ ആരാണെന്നാണ് പറയുന്നത്? പച്ചമണ്ണിൻ മനുഷ്യത്വം എന്ന് പറയുന്നു. സർഗശക്തിയാകുന്ന കുതിരയുടെ കുളമ്പൊടിയേറ്റ് വീണു പോയതെന്ത്? കൊറ്റക്കുടകൾ, മുത്തണിക്കുന്നുകൾ, ഭരണകൂടങ്ങൾ. ഏതു മണ്ണിലൂടെയാണ് കുതിര കുതിച്ചു പാഞ്ഞത്? ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ. എത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതെന്ത്? സർഗശക്തിയാകുന്ന കുതിരയുടെ കുളമ്പുകൾ. മണ്ണിൽ നിന്ന് പിറന്ന മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ ആരാണ്? പൂർവികർ. സർഗശക്തിയാകുന്ന കുതിരയെ വിട്ടയക്കുന്നത് എന്തിന്? ദിഗ്വിജയത്തിന്. അപ്പോൾ കവിതകളുടെ എല്ലാം വൺ വേഡ് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് വൺ വേഡ് നമ്മുടെ പാഠാസ്പദമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഒന്ന് പഠിച്ചു വയ്ക്കുക. നല്ലോണം സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും പരീക്ഷ എളുപ്പമായിരിക്കും. ബെസ്റ്റ് വിഷസ്.